ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, അങ്ങനെ നമ്മൾ 42ാമത്തെ ലാബിൽ എത്തിയിരിക്കുവാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ 2024 മാത്സ് ലാബ് എക്സാമിന് ചോദിച്ച LPP എന്ന് പറയുന്ന, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഷോർട്ട് ഫോം ആണ് LPP. ആ ലാബാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇതിന്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല, കാരണം 2024 തൊട്ടാണ് ഇത് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024-25 ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. മിക്ക സ്കൂളുകളിലും, അതായത് 90% സ്കൂളുകളിലും ഈ ഒരു ലാബുണ്ട്. വളരെ ചുരുക്കം സ്കൂളുകളിൽ മാത്രമേ ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തേ ഉള്ളൂ. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിനോളം തിയറി എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അതേപോലെ ലാബ് എക്സാമിനും വളരെ എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റിനിലേക്ക് കടക്കാം. മക്കളെ, ക്വസ്റ്റിനിലേക്ക് കടക്കുന്ന മുമ്പ് കുറേ കുട്ടികൾ എൻ്റെ ചോദിച്ചു, സാറേ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് നമുക്ക് കിട്ടും തന്നെ ചെയ്ത് നോക്കാനായിട്ട്? കാരണം കോപ്പി പേസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട്. മക്കൾ, ഇത് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണല്ലോ. അതിൻ്റെ HSS റിപ്പോർട്ടർ, HSS ലൈവ് എന്നൊക്കെ പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിലൊരു കാര്യം ചെയ്യാം. ഇതേപോലെ GeoGebra'യുടെ ലിങ്ക്, വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊരു ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു ചാനലാണ്, നമ്മുടെ ചാനലിൻ്റെ ലിങ്കാണ്. സോ ഒരു പുതിയ ചാനൽ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് മക്കളെ. സോ ആ ചാനലിനകത്ത് GeoGebra'യുടെ ലിങ്ക്, അതേപോലെ ക്വസ്റ്റ്യൻസിൻ്റെ PDF-കൾ, ഇതെല്ലാം ഞാൻ അതിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ വേണ്ട മക്കൾക്ക് അത് കയറി ഡൗൺലോഡ് ചെയ്യാം ഡയറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ, ഇനി മുന്നോട്ടുള്ള തിയറി എക്സാമിനുള്ള കാര്യങ്ങളിലെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? കുറേ കുട്ടികൾ അത് ആവശ്യപ്പെടുന്നുണ്ട് തുടക്കം തൊട്ടേ. അപ്പോൾ ഞാനവിടുത്തെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചെയ്തു പോകുന്നു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ചാനൽ എന്തായാലും മക്കളെ ഫോളോ ചെയ്യുക. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലാബാണ് LPP, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മക്കളെ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. സോ മാക്സിമൈസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നോക്കിയേ, Z=, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. Z= 2x - y ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണെന്ന് പറയാം. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് 2x + y ≥ 6, x + 2y ≥ 6, x + y <= 5, x, y ≥ 0. ഇത് എല്ലാവർക്കും തിയറി ചെയ്യാൻ അറിയാമായിരിക്കും അല്ലേ? എല്ലാ സ്കൂളുകളിലും ഇത് എടുത്തു കഴിഞ്ഞ് കാണും. സോ ഇത് നമുക്ക് GeoGebra'യിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇൻപുട്ട് കമാൻഡ് എന്ന് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം. സിമ്പിളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തവണത്തെ എക്സാമിന് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കിത് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നിങ്ങളത് ടൈപ്പ് ചെയ്യാനായിട്ട് കുറച്ച് മെനക്കെടണം. ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ്? കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് C പ്രസ് ചെയ്യുക, അപ്പോൾ കോപ്പി ആയിക്കോളും. ഇനി അങ്ങനെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി സെലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ, അത് കോപ്പി സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. മക്കൾ, ഈ ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അതേപോലെ തന്നെ ഇതിൻ്റെ ആവശ്യമില്ല. 2x + y ≥ 6 അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഞാൻ GeoGebra ഓപ്പൺ ചെയ്തു. നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് 2x + y അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ കോഡ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ കോഡ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2x + y ≥ 6, അത് കഴിഞ്ഞ് ആൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ചേർത്ത് കൊടുക്കണം. അത് ഒരു ആൻഡ് അല്ല, 2 ആൻഡ് ചേർത്ത് കൊടുക്കണം. ആൻഡ് എവിടെയാണെന്ന് അറിയാമല്ലോ, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് 7 പ്രസ് ചെയ്യുമ്പോൾ ആൻഡ് വരും. അപ്പോൾ ആൻഡ് നിങ്ങൾ എന്തായാലും കോപ്പി പേസ്റ്റും ചെയ്ത് നോക്കുക, ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 2x + y ≥ 6 ആൻഡ് x + 2y ≥ 6 ആൻഡ് x + y <= 5 ആൻഡ് പിന്നെ x, y > 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യണം. എങ്ങനെ? x > 0 ആൻഡ് കണ്ടല്ലോ, y > 0. അപ്പോൾ ടൈപ്പ് ചെയ്യാനും കോപ്പി പേസ്റ്റ് ചെയ്യാനും പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് മാത്രം പഠിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് തരാതിരുന്നാലോ മക്കളെ? ഇത് തരും, പക്ഷെ തരാതിരുന്നാലോ? അങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കാര്യങ്ങളിൽ കുറച്ച് ഹിൻറ്റുകൾ ഒഴിവാക്കിയിട്ടാണ് പുതിയ വർഷങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഒഴിവാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ടൈപ്പ് ചെയ്യാനും പഠിച്ചിരിക്കണം മക്കളെല്ലാവരും കേട്ടോ. സോ എന്തായാലും ഞാനിപ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ C പ്രസ് ചെയ്തിട്ട് GeoGebra ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ V പ്രസ് ചെയ്യുക. ഇവിടെ വന്നു, സിമ്പിളായിട്ട് നമ്മുടെ ഗ്രാഫ് വന്നു. എൻ്റർ കൊടുക്കുക. സോ ഇവിടെ കറക്റ്റ്
ആയിട്ട് നമുക്ക് ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴും കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൺസിഡർ ദി ഓക്കെ സോൾവ് ചെയ്യാനാണ്. വേറെ ഒന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. 4 മാർക്കാണ്. സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അല്ലേ, മാക്സിമ മിനിമ. ഇവിടെ എന്താണ്? മാക്സിമൈസ് ആണ്. നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഗ്രാഫൊക്കെ വരച്ച് കോർണർ പോയിന്റ്സ് കണ്ടുപിടിച്ച് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത് തിയററ്റിക്കലി ചെയ്യാനും കുറേ പാടുണ്ടല്ലോ മക്കളെ. ഇതിങ്ങനെ വരച്ച് ഷെയ്ഡ് ചെയ്തൊക്കെ വെച്ചിട്ട് കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കാനും കുറേ പാടുണ്ട്. പക്ഷേ ഇവിടെ വളരെ എളുപ്പമാണ്. ഇതേ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. ഒരു ക്ലിക്കോടുകൂടി ഗ്രാഫ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതും നമുക്ക് തിയററ്റിക്കലി ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. പക്ഷേ ഇവിടെ സിമ്പിളാണ്. ഇതേ ഇവിടെ താഴെ ഇൻപുട്ട് ബാറിലില്ലേ മക്കളെ, കോർണർ എന്ന് പറഞ്ഞ് സിമ്പിളായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോർണർ കണ്ടല്ലോ. അപ്പം നമ്പർ ഓഫ് കോർണേഴ്സ് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ കൺസ്ട്രെയിൻസിന്റെ പേരെന്താണ് മക്കളെ? എ എന്നായിരുന്നു അല്ലേ. സോ ആ എ അവിടെ സിമ്പിളായിട്ട് സ്മോൾ ലെറ്റർ എ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോർണർ പോയിന്റ്സ് വന്നു മക്കളെ, എ ബി സി. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ നിങ്ങൾ ഇത് ഉബുണ്ടുവിൽ ചെയ്യാൻ നേരത്ത് എ ബി സി മാത്രമല്ല കുറച്ചും കൂടെ പോയിന്റ്സ് ഇവിടെ വരും. അതായത് ഇവിടുത്തെ പോയിന്റ് ഓ വരും, ഇത് വരും, ഇത് വരും, ഇത് വരും, ഇത് വരും. ചിലപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം വരാം. നമുക്ക് ഈ എയും ബിയും സിയും മാത്രം മതി. ഇപ്പോൾ ഇവിടെ എ ബി സി ഡിയും കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, വേറെ ഏതെങ്കിലും പോയിന്റ് കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഒറിജിൻ ഓ എന്ന് പറയുന്ന പോയിന്റ് കൂടെ വന്നെന്നിരിക്കട്ടെ. നിങ്ങളുടെ ആ ഉബുണ്ടുവിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് മക്കളെ. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ ഓ വരും. ചിലപ്പോൾ വേറൊരു പോയിന്റ് കൂടെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കോർണേഴ്സ് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ഉബുണ്ടുവിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടല്ലോ. അപ്പം നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് മതിയെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാം. അതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം. കണ്ടല്ലോ, ഹൈഡ് ചെയ്ത് വെക്കാം. ആവശ്യമില്ലാത്ത പോയിന്റ്സ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് എയും ബിയും സിയും ഇതിൻ്റെ കോർണേഴ്സ് മതി. മക്കളെ എന്താണ് ഈ ഷെയ്ഡ് പോർഷനെ വിളിക്കുന്നതെന്ന് അറിയുമോ? ഈ ഷെയ്ഡ് പോർഷനെയാണ് മക്കളെ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഫീസിബിൾ റീജിയൻ? സോ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. മനസ്സിലായിക്കോണേ. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ്. അതേപോലെ തന്നെ വേറെ 2 വേർഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ്, ബൗണ്ടഡും അൺബൗണ്ടഡും. ബൗണ്ടഡ് പിന്നെ അൺബൗണ്ടഡ്. എന്താണ് തമ്മിൽ വ്യത്യാസം? പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനർ വന്നിട്ട് ചോദിക്കുവാണ് ഇത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? മക്കളെ ഈ കോർണേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും അകത്ത്, അതായത് ഒരു മുറിക്കകത്തിരിക്കുന്ന പോലെ ഇടുങ്ങിയ ഭാഗത്താണ് എല്ലാത്തിൻ്റെയും 4 ചുവരുകൾ. ഇവിടെ 3 ചുവരുകൾക്കുള്ളിലാണ് നമ്മുടെ റീജിയൻ എങ്കിൽ അതിനാണ് ബൗണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ചെതറിക്കിടക്കുവാണ്, ഒരെണ്ണത്തിൻ്റെ ഉള്ളിലല്ല, റീജിയൻ്റെ ഉള്ളിലല്ല, ഇതിങ്ങനെ ചെതറിക്കിടക്കുവാണെങ്കിൽ അതിനെ അൺബൗണ്ടഡ് എന്ന് പറയുന്നു. അപ്പോൾ ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ ഒരു റീജിയൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു ബൗണ്ടഡ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേല് കെട്ടി ഇങ്ങനെ ചുറ്റും വേലിയുണ്ട്, അതിൻ്റെ അകത്താണ് നമ്മൾ താമസിക്കുന്നത്. അല്ലെങ്കിൽ അൺബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് ഇങ്ങനെ വേലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലത്താണ് താമസിക്കണമെങ്കിൽ അൺബൗണ്ടഡ് റീജിയൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതേപോലെ ഇവിടെ ഇത് ബൗണ്ടഡ് ആണ് അൺബൗണ്ടഡ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇത് ബൗണ്ടഡ് ആണ്. കാരണം 3 മൂലകൾക്കുള്ളിലാണ് നമ്മുടെ റീജിയൻ ഉള്ളത്. ഓക്കെ അല്ലേടാ മക്കളെ? സെറ്റ് അല്ലേ? സോ ബൗണ്ടഡും അൺബൗണ്ടഡും അങ്ങനെയാണ്. അൺബൗണ്ടഡ് നിങ്ങൾക്ക് ഇപ്പോൾ വരും, അടുത്ത ക്വസ്റ്റ്യൻ അൺബൗണ്ടഡിൻ്റെ ആണ്. സോ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അൺബൗണ്ടഡ് തിരിച്ചറിയുന്നത്. സോ ഇത് ഫീസിബിൾ റീജിയൻ. ഞാൻ ഈ ഫീസിബിൾ റീജിയൻ ഇടയ്ക്ക് പറയുമ്പോൾ ഓർത്തോണം, ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. നമ്മുടെ ഈ ഷെയ്ഡഡ് റീജിയനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിന്റ്സ് മാത്രം നമുക്കിവിടെ കണ്ടാൽ മതി. സോ അതാണ് എയും ബിയും സിയും. ബാക്കി ഏതെങ്കിലും പോയിന്റ്സ് വരുവാണെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത ശേഷം മക്കളെ നെയിം ആൻഡ് വാല്യൂ, നമുക്കറിയാവുന്ന പോലെ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. കാരണം അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കൊന്ന് കാണിക്കുന്ന ബെറ്റർ ആയിരിക്കും. സോ എയും ബിയും സിയും ആണ്. സോ അതിൻ്റെ എല്ലാം നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക മക്കളെ, എയുടെയും ബിയുടെയും സിയുടെയും. സിമ്പിളായിട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ റീജിയൻ വന്നു. ഇനി നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ ഷീറ്റിൽ ഇത് വരയ്ക്കണം. നമ്മൾ കോളം വരച്ചിട്ട് ഇത് എഴുതി ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഇത്രയും ചെയ്ത ശേഷം മക്കളെ നമ്മൾ ആൻസർ ഷീറ്റ് എടുക്കുക. ഓക്കെ, ആൻസർ ഷീറ്റ് എടുത്ത ശേഷം ഇത് ഇങ്ങനെ എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്ത മക്കളെ. സോ അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാര്യം എ ബി സി ആണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അത് എഴുതി വെക്കുക. എയും ബിയും സിയും ആണ്. എ ബി സി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അതിന് രണ്ടാമത്തത് നമ്മൾ ഈ കോർണർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോളം എഴുതി വെക്കുക. ആൻഡ് z ഈക്വൽ ടു നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ മക്കളെ z ഈക്വൽ ടു 2x - y. ഇവിടെ എന്താണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിയേ? മാക്സിമൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ സംഭവം കണ്ടോ? അത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അത് വേണം നമ്മൾ എഴുതാൻ. z ഈക്വൽ ടു x - y. ഇത് തിയററ്റിക്കലി ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ്. ആദ്യമായിട്ട്
കേൾക്കുന്ന ചിലപ്പോൾ അത് മനസ്സിലാകാത്ത മക്കളുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. നമ്മളിങ്ങനെയാണ് തിയററ്റിക്കലിയും ചെയ്യുന്നത്, പ്രാക്ടിക്കലിയും ചെയ്യുന്നത് കേട്ടോ. z = 2x - y എന്ന് എഴുതുക. എന്നിട്ട് നമ്മുടെ കോർണർ പോയിന്റ്സ് എഴുതി. എയും ബിയും സിയും ആണ് 2 2 1 4 4 1. ഓക്കെ, ഉണ്ടല്ലോ 2 2 1 4 4 1. ഓക്കെ, അത്രയും ചെയ്തു. അതിനുശേഷം ഇതെങ്ങനെ ഈ വാല്യൂസ് കിട്ടി? ഈ വാല്യൂസ് കിട്ടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മക്കളെ. നമ്മുടെ 2x - y എന്നല്ലേ, 2x - y എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് 2 2 ഇട്ട് കൊടുക്കണം. ഈ 2 എടുത്ത് നേരെ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. മക്കൾ ഇവിടെ ഈ പോയിന്റ്സിൻ്റെ മീനിങ് എന്താ? ഫസ്റ്റത്തത് എക്സും രണ്ടാമത്തത് വൈയും ആണ് അല്ലേ. അതായത് ഫസ്റ്റത്തെ കോർഡിനേറ്റ്സ് എക്സും രണ്ടാമത്തെ കോർഡിനേറ്റ്സ് വൈയും ആണ്. അപ്പോൾ എക്സും വൈ, ഇവിടെ എക്സ് എന്താണ് 2, അപ്പോൾ ഇവിടെ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. 2 × 2 മൈനസ് ഇവിടെ വൈ എടുത്ത് വൈക്ക് പകരം എന്താണ് 2 ഇടുക. അപ്പോൾ എന്ത് കിട്ടും? 2 × 2 4 - 2. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഇത് ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഇവിടെ നിങ്ങളുടെ ജിയോജിബ്ര തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താണ് 2 × 2 - 2. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനേ ഉള്ളൂ. ഞാൻ പറയുകയാണ് വലിയ വലിയ വാല്യൂസ് വരുവാണെങ്കിൽ നിങ്ങളിവിടെ ചുമ്മാ അതേ 2 ബ്രാക്കറ്റിൽ 2 അല്ലെങ്കിൽ 2 × 2 2 ബ്രാക്കറ്റ് 2. ഓക്കെ, അത് കഴിഞ്ഞ് -2 ബ്രാക്കറ്റിൻ്റെ പുറത്ത് -2 എന്നിട്ട് എൻ്റർ കൊടുക്കുവാണെങ്കിൽ അവർ ആൻസർ പറയും 2. കണ്ടല്ലോടാ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാൻ അറിയാമല്ലോ. 2 × 2 4, 4 × 2 കുറച്ചാൽ 2. അങ്ങനെ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എല്ലാം ഇവിടെ തന്നെ ചെയ്യാം. സോ ഇവിടെ എന്ത് വരും? 2. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഇവിടെ 1 എടുത്ത് നേരെ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2 × എക്സിന് പകരം 1, 2 × 1 മൈനസ് വൈക്ക് പകരം 4. സോ എന്ത് വരും? 2 × 1 2 ആണ്, -4. അപ്പോൾ 2 ൽ 4 കുറയ്ക്കുമ്പോൾ -2. സോ അതാണ് ഇവിടെ -2 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് ഇവിടെ 4 എക്സിന് 2 × എക്സിന് 4 മൈനസ് വൈക്ക് 1 വിട്ട് കൊടുക്കുക. അതായത് 4 × 2 8, 8 - 1 പറയുമ്പോൾ 7 ആണ്. സോ എല്ലാം ഇവിടെ കിട്ടി കണ്ടല്ലോ. അതെല്ലാം നമ്മൾ എഴുതി വെക്കുക. ഇത് നമുക്ക് ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ എഴുതാം. എന്നിട്ട് കോളത്തിനകത്ത് ഇത് മാത്രം എഴുതിയാലും മതി. സിമ്പിളായിട്ട് നല്ല വൃത്തിയുള്ള കോളം കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ ടീച്ചറിന് അറിയാം, യെസ് ഈ കുട്ടിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. അതിനുശേഷം ലാസ്റ്റ് എഴുതി വെക്കുക. മക്കൾ നമ്മളോട് ചോദിച്ചത്, ക്വസ്റ്റിനകത്ത് ചോദിച്ചത് എന്താണ്? മാക്സിമൈസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. ക്വസ്റ്റിനകത്ത് മാക്സിമൈസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മിനിമൈസ് എന്ന് ചോദിക്കാം. നമ്മുടെ ഇവിടെ മാക്സിമൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മിനിമൈസ് എന്ന് ചോദിക്കാം, മാക്സിമൈസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മാക്സിമൈസ് ആൻഡ് മിനിമൈസ് രണ്ടും കൂടെ ചോദിക്കാം. അപ്പോൾ ഇവിടെ മാക്സിമൈസ് ആയതുകൊണ്ട് മാക്സിമം വാല്യൂ എത്രയാണെന്ന് എഴുതണം. ഇതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ ഏതാണ് മക്കളെ? ഇതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണ്? 2 - 2 7. ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണ്? 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വെക്കാം? ദ മാക്സിമം വാല്യൂ ഓഫ് Z ഈസ് എന്ത് എഴുതി വെക്കാം? 7 അറ്റ് ഏത് പോയിന്റ്? C41. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് കഴിഞ്ഞു മക്കളെ. സോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ മനസ്സിലായ മക്കൾ, ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്തതാണ് മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ആദ്യം പറഞ്ഞ് അതിനകത്തേക്ക് ഈ PDF ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ട്, ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം നമുക്ക്. സോ കോപ്പി ചെയ്തു, ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. മക്കൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ടീച്ചറിനെ വിളിച്ചൊന്ന് കാണിക്കണേ. ആ ഗ്രാഫ് കാണുമ്പോൾ തന്നെ ടീച്ചറിന് അറിയാം, യെസ് കൊള്ളാം, ആ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. യെസ്, നമ്മുടെ ഗ്രാഫ് വന്നു. ഇത് അൺബൗണ്ടഡ് ആണോ ബൗണ്ടഡ് ആണോ മക്കളെ? കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ് എന്ത് വരും ഇത് ഒന്ന് പറഞ്ഞ് നിങ്ങൾ. ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? ബൗണ്ടഡ്. ഓക്കെ, തിരിച്ചറിയാൻ പറ്റിയല്ലോ. യെസ്, ഇത് വന്നോർന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോർണർ പോയിന്റ്സ് വേണം. സോ കോർണർ എന്ന് ടൈപ്പ് ചെയ്യുക. താഴത്ത് വന്നു കോർണർ. എന്താണ് നമ്മുടെ കൺസ്ട്രെയിൻസിന്റെ പേര്? A എന്നാണ്. എൻ്റർ. സോ ഇവിടെ ആവശ്യമില്ലാത്ത കുറേ പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടതിൻ്റെ പേര് നോക്കിക്കേട്ടാ. നമ്മുടെ എന്താണ് പേര്? കോർണേഴ്സിൻ്റെ പേര് D എന്നാണ്, E എന്നാണ്, B എന്നാണ്. ബാക്കിയുള്ള എല്ലാം ഹൈഡ് ചെയ്യാം. E വേണ്ട, C വേണ്ട, C വേണ്ടല്ലോ. ഓക്കെ, അല്ല C വേണം, C ഇതാണല്ലോ. പിന്നെ ഏതാണ്? B വേണം, A വേണ്ട. അപ്പോൾ DCB അല്ലേ മക്കളെ? DCB മതി. ഇനി ഡിയുടെയും സിയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ഒന്ന് കാണിക്കാം. ഡിയുടെ കാണിച്ചു. ഓക്കെ, സിയുടെയും കാണിക്കാം. സിയുടെയും കാണിച്ചു. ഓക്കെ, അടുത്തത് ബിയുടെയും കാണിക്കാം. സോ നമ്മുടെ കോർണർ പോയിന്റ്സ് കിട്ടി മക്കളെ. ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതുക. അപ്പോൾ നമ്മുടെ DCB എന്നുള്ളതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. സോ നമ്മുടെ പേപ്പറിനകത്ത് എഴുതി വെക്കാം DCB. ഇവിടെ DFB എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, DCB അല്ലേടാ നമ്മുടെ പേര്? DCB ആണോ? DCB എന്നാണ് ഇവിടെ കിട്ടിയത് അല്ലേ? DCB എന്നാണ് കിട്ടിയത്. C ആണ് 03. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തിരുത്തുവാണ്. DCB എന്നാണേ. സോ ഇവിടെ എഴുതി വെക്കാം DCB. ഓക്കെ, DCB ഈസ് ദ ഫീസിബിൾ റീജിയൻ. DCB ഈസ് ദ
ഫീസിബിൾ റീജിയൻ. സോ ഡി എന്ന് പറയുന്നത് 2 6, സി എന്ന് പറയുന്നത് 2 3, സി എന്ന് പറയുന്നത് 0 3, ബി എന്ന് പറയുന്നത് 7 1. ഓക്കെ, ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഇൻറ്റു ഈ 2 എടുത്ത് നേരെ ഇവിടെ ഇട്ട് കൊടുക്കുക. 2 × 2 4. അപ്പോൾ എന്ത് ചെയ്യണം? 2 ബ്രാക്കറ്റിൽ എക്സിന് പകരം 2 മൈനസ് 3 ഇൻറ്റുവിനാണ് ഈ ബ്രാക്കറ്റ് ഞാൻ ഇടുന്നത് കേട്ടോ. വൈക്ക് പകരം 6. അപ്പോൾ എന്ത് വരും? 2 × 2 4, 4 മൈനസ് 18, 4 നിന്ന് 18 കുറയ്ക്കുമ്പോൾ മൈനസ് 14. ഓക്കെ, ഫസ്റ്റത്തെ കിട്ടി. അതേപോലെ അടുത്തത് എന്ത് ചെയ്യണം? 2 ബ്രാക്കറ്റിൽ എക്സിന് പകരം 0 മൈനസ് 3 ഇൻറ്റു ബ്രാക്കറ്റിൽ വൈക്ക് പകരം 3. സോ ഇത് 0 ആയിപ്പോൾ മൈനസ് 9 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയത്. സോ അടുത്തത് 2 ഇൻറ്റു എക്സിന് പകരം 7 ആണ്. സോ എക്സിന് പകരം 7 മൈനസ് 3 ഇൻറ്റു ബ്രാക്കറ്റിൽ വൈക്ക് പകരം 1. സോ 7 × 2 14 മൈനസ് 3, 14 നിന്ന് 3 കുറച്ചാൽ 11. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമ്മുടെ ഇവിടെ മാക്സിമൈസ് ആണ് ക്വസ്റ്റിന് ചോദിച്ചത്. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. സോ ദ മാക്സിമം വാല്യൂ ഓഫ് Z ഈസ് 11 അറ്റ് ഏത് പോയിന്റാണ്? ബി എന്ന് പറയുന്ന പോയിന്റ്. ഇത്രയേ ഉള്ളൂ. തന്നെ ചെയ്ത് കാണും അല്ലേടാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തേൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അപ്പം 4 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടിയാൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടിക്കറ്റാണല്ലോ വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. നിങ്ങൾക്ക് എക്സാമിന് ഇത്തവണത്തെ 2026 എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കത്തുള്ളൂ കേട്ടോ. ഒരെണ്ണം ചെയ്താൽ മതി. ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. നമുക്ക് രണ്ടും ചെയ്യാം. തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ Z ഈസ് ഈക്വൽ ടു 3x + y ആണ്. കൺസ്ട്രെയിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, Ctrl+C അടിക്കുക. സോ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ടീച്ചറിനെ കാണിച്ചോണേ മറക്കല്ലേ. സോ പേസ്റ്റ് ചെയ്യാം. യെസ് മക്കളെ, ഇത് നോക്കിക്കടാ. ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? ചെതറിക്കിടക്കുക അല്ലേടാ, ഒരു അവസാനമില്ലാതെ കിടക്കുവാണ്. സോ ഇതാണ് അൺബൗണ്ടഡ്. ഓക്കെ അല്ലേ? തിരിച്ചറിഞ്ഞാൽ മനസ്സിലായല്ലോ. യെസ്, കിട്ടിയ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? കോർണർ പോയിന്റ്സ് വേണം. സോ കോർണർ എന്ന് ടൈപ്പ് ചെയ്യുക. നമ്പർ ഓഫ് കോർണേഴ്സ് വന്നു. സോ നമ്മുടെ കൺസ്ട്രെയിൻ്റെ പേര് എ എന്നാണ്. എൻ്റർ. സോ ഇവിടെ വന്നു എയും ബിയും സിയും അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത ശേഷം നെയിം ആൻഡ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇതെല്ലാം സെലക്റ്റഡ് ആയതുകൊണ്ടാണ് എല്ലാം ഒറ്റയടിക്ക് വന്നത് കേട്ടോ. ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. സോ അവിടെ എല്ലാ കോർണർ പോയിന്റ്സും വന്നിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻ എന്താടാ? കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ഫസ്റ്റ് തന്നെ. ഫീസിബിൾ റീജിയൻ ഈസ് അൺബൗണ്ടഡ്. ഫസ്റ്റ് തന്നെ എഴുതി വെക്കാം. ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് അല്ല, അൺബൗണ്ടഡ് ആണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിയേറ്റ് എ സ്ലൈഡർ സി എന്ന് പറയുന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. മിനിമം 0 മാക്സിമം 100. ഓക്കെ, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡർ ടൂൾ എടുക്കുക. ഓക്കെ, സി എന്ന പേരിലാണ്. സോ സി എന്ന പേര് ക്രിയേറ്റ് ചെയ്യാം. മിനിമം 0 മാക്സിമം 100. ഇൻക്രിമെൻറ്റ് എത്രയാടാ പറഞ്ഞേ? ഇൻക്രിമെൻറ്റ് 1 ആണ്. സോ ഇൻക്രിമെൻറ്റ് 1. മാക്സിമം 100 അല്ലേടാ? മിനിമം 0 മാക്സിമം 100. ഓക്കെ, വരച്ചു. ഓക്കെ, സി എന്ന് പറയുന്ന പേരിൽ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി ബാക്കി എന്താണ്? ഡ്രോ ദി ലൈൻ 3x + y = c. ഈ 3x + y എന്താണ് മക്കളെ? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഇതേ. ഓക്കെ, 3x + y = c എന്നാണ് അല്ലേ? അത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം. സോ എന്ത് ചെയ്യണം നിങ്ങൾ? 3x + y = c എന്ന് ചുമ്മാ എൻ്റർ ചെയ്ത് കൊടുക്കുക. 3x + y = c. സ്മോൾ ലെറ്റർ സി ആയിരിക്കണം, കാരണം നമ്മൾ കൊടുത്ത സ്ലൈഡറിൻ്റെ വാല്യൂ ആണ്, ആ പേരാണ് സി കേട്ടോ. എൻ്റർ. സോ ഇവിടെ ലൈൻ വന്ന് കണ്ടല്ലോ. എല്ലാ ലൈനും കൂടെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളിപ്പോൾ വന്ന ലൈനിൻ്റെ കളറൊന്ന് മാറ്റുവാണേ. റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ കളർ സെലക്ട് ചെയ്തു. ഒരു റെഡ് കളർ. ഇപ്പോൾ നമ്മൾ വരച്ച ലൈൻ ഇതാണ്. നമ്മൾ 3x + y എന്ന് പറഞ്ഞ് വരച്ച ഈ ഒരു ലൈൻ. സോ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കണം മക്കളെ. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ലടാ മക്കളെ. നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മൾ നേരത്തെ മാക്സിമം മിനിമം കണ്ടുപിടിച്ചില്ലടാ. അത് ബൗണ്ടഡിനകത്താണ് നമ്മൾ കണ്ടുപിടിച്ച കോഡൊക്കെ വരച്ച് ചെയ്തത്. ഇവിടെ മാക്സിമം മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ലൈൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അൺബൗണ്ടഡിൻ്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ ലൈൻ വെച്ചാണ്. ഈ ലൈൻ നമ്മൾ നീക്കി നോക്കും. ലൈൻ നീക്കി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഗ്രാഫില്ലേടാ, ഈ 3x + y അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇസഡിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് പയ്യെ നമ്മൾ ഈ ലൈൻ നീക്കും. അതിന് വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് സ്ലൈഡറിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ കീബോർഡ് ഉപയോഗിക്കാം. പയ്യെ കണ്ട് നീങ്ങുന്ന കണ്ടല്ലോ. ഈ ലൈനുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്ന ലൈനിൻ്റെ ഭാഗത്ത് ഏറ്റവും മാക്സിമം വരുന്ന എവിടെയാണോ ഈ റീജിയൻ ഇല്ലേ മക്കളെ, ഈ റീജിയൻ്റെ ഏറ്റവും മാക്സിമം എവിടെയാണോ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മിനിമം എവിടെ വരുന്നത് നമുക്ക് തിരിച്ചറിയണം. അതിന് വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ഈ ലൈൻ ചുമ്മാ അങ്ങോട്ട് നീക്കിയാൽ മതി. നോക്കിക്കോണേ, ഈ ലൈൻ ചുമ്മാ അങ്ങോട്ട് നീക്കുവാണേ.
നീക്കി നമ്മുടെ ഫസ്റ്റ് കോർണർ പോയിന്റ് എ കണ്ടല്ലോ, എയും ബിയും സിയും കണ്ടല്ലോ. ഈ 3 കോർണർ പോയിന്റ്സിൽ എവിടെയാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്നത് നമുക്ക് നോക്കണം. ദേ യെസ്, എയിലെത്തിയേ. പിന്നെ അങ്ങോട്ട് പോവുകയാണ്. അതായത് പോയി കണ്ടല്ലോ, വാല്യൂ കൂടിക്കൊണ്ടിരിക്കുവാണ്. സിയുടെ വാല്യൂ നോക്കിക്കോണേ, സിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുവാണേ. 16 17 അങ്ങനെ പോകുന്നു. ഓക്കെ, നമ്മുടെ ഈ കോർണർ പോയിന്റ് എ സി വരെ എത്തിയതേ. സി ആണല്ലോ നമ്മുടെ ലാസ്റ്റത്തെ കോർണർ പോയിന്റ്. സി വരെ എത്തുമ്പോൾ 18 പിന്നെ അതാണോ മാക്സിമം? മാക്സിമം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇവിടെ നമുക്ക് മിനിമം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, ഇവിടെ ഗ്രാഫ് ഞാൻ പുറകോട്ട് ഓടിച്ച് വന്നപ്പോഴത്തേക്കും ദേ എ എന്ന് പറയുന്ന കോർണർ പോയിന്റ്സിലെത്തി. പിന്നെ തൊട്ട് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രാഫിന് പുറത്തേക്ക് പോകും. നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ. ഞാൻ ഒന്നൊരു സൂം ചെയ്ത് കാണിക്കാം. നമ്മുടെ ഇവിടെ ദേ ഈ ലൈൻ ഞാനിങ്ങനെ നീക്കി കൊണ്ടുവരുമ്പോൾ ബാക്കിലേക്ക് നീക്കി കൊണ്ടുവരുമ്പോൾ എ എന്ന് പറയുന്ന കോർണറിലെത്തി. അതാണ് ഏറ്റവും മിനിമം വാല്യൂ. അതായത് 11. സി എന്ന് പറയുന്ന 11 11 താഴെ ഞാൻ കൊണ്ടുപോയാൽ 11 താഴെ, അതായത് 10ലേക്ക് എത്തിയാൽ ഗ്രാഫുമായിട്ട് നോ കണക്ഷൻ. അപ്പൊ ഗ്രാഫുമായിട്ട് കണക്ഷനുള്ള ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? എ എന്ന് പറയുന്ന കോർണറിലാണ്. അത് എത്രയാണ്? സി ഈക്വൽ ടു 11 അല്ലെ? സി ഈക്വൽ ടു 11. അപ്പൊ നമ്മുടെ ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ് മക്കളെ? 11. അറ്റ് ഏത് പോയിന്റ്? അറ്റ് 3 2. അപ്പൊ നമ്മൾ എഴുതി വെക്കാം, ദ മിനിമം വാല്യൂ ഓഫ് Z ഈസ് 11 അറ്റ് 3 2. അറ്റ് 3 2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഏറ്റവും മിനിമം കിട്ടുന്നത്. ഇനി മാക്സിമം എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാക്കാമല്ലോ. കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? ഗ്രാഫ് പയ്യെ ലൈൻ പയ്യെ നീക്കി വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ബി കഴിഞ്ഞ് പിന്നെയും പോവാണ്, സി വരെ എത്തി. സി ആണോ മാക്സിമം? അതിന്റെ ഏറ്റവും അവസാന ഭാഗം അതാണ് ഗ്രാഫുമായിട്ട്, അതായത് ഗ്രാഫിന്റെ ഫീസിബിൾ റീജിയനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഭാഗം അതാണോ? അല്ല. പിന്നെ ഗ്രാഫ് നമ്മൾ വീണ്ടും സ്ലൈഡർ മുന്നോട്ട് നീക്കുമ്പോൾ ഗ്രാഫുമായിട്ട് കണക്റ്റഡ് ആണ്. ലൈനും ഫീസിബിൾ റീജിയനും കണക്റ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഇനിയുണ്ട്. ഇത് അങ്ങോട്ട് നീക്കി പോയാലും മാക്സിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ നിങ്ങൾ, ഞാൻ സൂം ഔട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നീക്കി നോക്കണം മക്കളെ. ഇതങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുക. ലൈനുമായിട്ട് കണക്ഷനുള്ള ഫീസിബിൾ റീജിയൻ അങ്ങനെ അനന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു മാക്സിമം ഇവിടെ പറയാൻ പറ്റത്തില്ല, മാക്സിമം ഇല്ല. അപ്പം നമുക്കിവിടെ എഴുതി വെക്കാം, മാക്സിമം ഡസ് നോട്ട് എക്സിസ്റ്റ്. മിനിമം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോർണർ പോയിന്റ്സിന്റെ എ എന്ന് പറയുന്നതാണ്. സോ അവിടെയാണ് സി 11 കിട്ടും. അതാണ് നമ്മുടെ കോർണർ പോയിന്റ് മിനിമം. അപ്പോൾ മാക്സിമം ഇവിടെ കിട്ടത്തില്ല എന്ന് എഴുതി വെക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് ചിലവർക്ക് ടഫ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടായ ഒരു പോർഷൻ. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ അല്ലേടാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ സിമ്പിളായിട്ട് ചെയ്തേടാ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ തന്നെ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. സോ ഗ്രാഫ് എൻ്റർ ചെയ്തു. കോർണർ പോയിന്റ്സ്, കോർണർ എ എന്നാണ് പേര്, എൻ്റർ. കോർണർ പോയിന്റ്സ് ഇവിടെ വന്ന് 3 ഉണ്ട്. വേറെ കോർണർ പോയിന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇതാണ് 3 കോർണർ പോയിന്റ്സ്. ഇത് മാത്രം നമുക്ക് മതി. ബാക്കിയുള്ളതൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്ത് കളയാം. സോ എന്ത് ചെയ്യാം? ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സോ സ്ലൈഡർ എടുത്തു, സ്ലൈഡർ ടൂൾ എടുത്തു. സ്ലൈഡറിൻ്റെ പേര് സി എന്ന് കൊടുക്കണം. മിനിമം ഇവിടെ 0. ഇവിടെ മിനിമം എത്രയാണെന്ന് നോക്കട്ടെ ചോദിച്ചിരിക്കുന്നത്. മിനിമം -10. മിനിമം -10 നോക്കിക്കോണേ. ക്വസ്റ്റ്യൻ നോക്കിക്കോണേടാ. മിനിമം -10 മാക്സിമം 100. ഒരു പറഞ്ഞിരിക്കണ പോലെ മിനിമം -10 മാക്സിമം 100. ഇൻക്രിമെൻറ്റ് 1. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ലൈൻ വേണം. സോ ലൈനിൻ്റെ പേര് 3x - y = c എന്നാണ്. 3x - y = c. സോ അത് അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു ലൈൻ വന്നു. സോ അതിൻ്റെ കളർ മാറ്റാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി, റെഡ് കളർ എടുക്കാം. ഇനി നമുക്ക് പയ്യെ നീക്കി നോക്കാം മക്കളെ. ഓക്കെ, സി ഞാൻ ഒരറ്റത്ത് കൊണ്ട് വെച്ചു. സി ഞാൻ -10 കൊണ്ട് വെച്ചു. പയ്യെ നമുക്ക് നീക്കി നോക്കി. ഗ്രാഫിങ്ങനെ നീക്കി വരുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഗെയിം കളിക്കുന്നൊരു എഫക്റ്റ് ഉള്ളടാ. ബി വന്നല്ലേ? ബി വന്നേ. ഏറ്റവും മിനിമം നമുക്കിവിടെ കണ്ടുപിടിക്കാൻ നോക്കി. പഠിക്ക് പറയാം. ഞങ്ങൾ നീക്കി പോവാം. ബി. പിന്നെ അതെ സിയുടെ വാല്യൂ കൂടി വരുമല്ലേ? സിയുടെ വാല്യൂ ഇവിടെ നോക്കിക്കോണേ. -4 ആയി. സിയുടെ വാല്യൂ കൂടി ഇതേ സിയുടെ വാല്യൂ 5 വരെ എത്തിയപ്പോൾ ഗ്രാഫ് ഇതേ കറക്റ്റ് ഗ്രാഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ പോയിന്റ് സി അല്ലേടെ മക്കളെ? യെസ്. പിന്നെ സി 6 എത്തിക്കഴിഞ്ഞ ഗ്രാഫിന് പുറത്തേക്ക് വരും കേട്ടോ. സി 6 എത്തിക്കഴിഞ്ഞ ഗ്രാഫിന് പുറത്തേക്ക് വരും. അപ്പോൾ ഗ്രാഫുമായിട്ട് നോ കണക്ഷൻ. ആ ലൈനും ഗ്രാഫുമായിട്ട് കണക്ഷനുള്ള അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഇവിടെ എത്രയാണ്? സിയുടെ വാല്യൂ ആയ 5 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. സിയുടെ കോർഡിനേറ്റ്സ് ഒന്നും നമ്മൾ കാണിച്ചില്ലായിരുന്നു. സിയുടെ കോർഡിനേറ്റ്സ് ഒന്ന് കാണിച്ചേക്കുക. മാക്സിമം വാല്യൂ എത്രയാണ് മക്കളെ? 5 ആണ്. അറ്റ്
C510 എന്ന് പറയുന്ന ആ പോയിന്റിലാണ് മാക്സിമം നമുക്ക് ആ വാല്യൂ കിട്ടുന്നത്. എത്രയാണ്? 5 എന്ന് പറയാനാണ് മാക്സിമം വാല്യൂ. ഇനി ഇതിന്റെ മിനിമം എന്ന് പറയുമ്പോൾ സിയുടെ വാല്യൂ കുറച്ച് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് മിനിമം കിട്ടുമോ മക്കളെ? നോക്കിക്കടാ, ദേ ഇല്ല. കാരണം ഈ ഗ്രാഫ് അനന്തമായി പുറകോട്ട് ഇങ്ങനെ കിടക്കുക. കണ്ടല്ലോടാ. ഇതിങ്ങനെ മിനിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കോർണർ പോയിന്റ് അല്ലേ? ബി കഴിഞ്ഞും പിന്നെ മിനിമം ഉണ്ട്. കണ്ടോ? ബി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ചെറിയ കോർണർ പോയിന്റ്. ബി കഴിഞ്ഞും നമ്മുടെ ഗ്രാഫും ലൈനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് മിനിമം എന്ന് പറയാം. അപ്പൊ ഒരു മിനിമം ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കണ്ടുപിടിക്കാൻ പറ്റത്തില്ല മക്കൾ. കാരണം ഇങ്ങനെ കിടക്കുമല്ലേ, ചെറുതായി പിന്നെയും പോകും. സിയുടെ വാല്യൂ എത്ര ചെറുതായാലും ഗ്രാഫും ലൈനും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. സോ ഇവിടെ മിനിമം ഇല്ല. മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഗ്രാഫുമായിട്ട് കണക്ഷനുള്ള അവസാന പോയിന്റ് സി ആണ്. അത് എത്രയാണ്? 5 എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ. പിന്നെ 6ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മാക്സിമം ഗ്രാഫുമായിട്ട് കണക്ഷൻ ഇല്ല. സോ അത് മാക്സിമം ആകത്തില്ല. സോ മാക്സിമം വാല്യൂ 5 ആണ് അറ്റ് സി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ അത് എഴുതി വെക്കാം. ഫീസിബിൾ റീജിയൻ ഇസ് അൺബൗണ്ടഡ് എന്ന് എഴുതി. ദ മാക്സിമം വാല്യൂ Z ഈസ് 5 ആണ് അറ്റ് സി 510. മിനിമം ഡസ് നോട്ട് എക്സിസ്റ്റ്. നേരെ തിരിച്ച് മറ്റേ ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. LPPയുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ മക്കളെ. 8 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 2025 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഉടനെ വരും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാബായിട്ട് കാണാം മക്കളെ. ബൈ.